തുടരും. ഈ സിനിമ ഇപ്പോൾ ഏത് ലെവലിലാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ലാലേട്ടൻ വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. സോ ഓരോ വീഡിയോ ചെയ്യുന്തോറും നമുക്ക് കോൺഫിഡൻസ് കൂടി വരികയാണ്. കാരണം നമുക്കത് ഏകദേശമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, എമ്പുരാൻ്റെ കളർ ഗ്രേഡിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ പോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എമ്പുരാൻ്റെ കളറിസ്റ്റ് വിവേകാനന്ദ സാർ നമ്മുടെ കമൻറ്റ് ചെയ്തിട്ട് കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ വർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഒരു സജഷൻ തന്നിട്ടാണ് പോയത്. അത്രയും വലിയൊരു പടത്തിൻ്റെ കളറിസ്റ്റ് നമ്മുടെ വന്നിട്ട് കമൻറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഹാപ്പി ഫോർ ദാറ്റ്. സോ നമ്മൾ അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ബ്രേക്ക് ഡൗൺ പോലെ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ പോലെ നമ്മളൊരു അറ്റംപ്റ്റ് നടത്തി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഗ്രേഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫൂട്ടേജ് ആവശ്യമായിരുന്നു. സോ ഞാൻ എൻ്റെ സുഹൃത്തിനെ വെച്ചിട്ട്, ജിനീഷ് മാത്യു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ വെച്ചിട്ട് ഞാനൊരു ഫൂട്ടേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സിമിലർ ആയിട്ടുള്ളൊരു ഫ്രെയിം തന്നെ നമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ കാണുന്ന ഫൂട്ടേജിൻ്റെ ഗ്രേഡ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഈ കാണുന്ന ഫൂട്ടേജ് നോക്കി, ഞാനത് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഫ്രെയിം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റെയിനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഫ്രെയിമൊക്കെ ഒന്ന് മാക്സിമം സിമിലർ ലൈറ്റിംഗ് ഒക്കെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ലൈറ്റിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ സിമിലർ ആയതുകൊണ്ട് ആ കളേഴ്സൊക്കെ യൂസ് ചെയ്തേക്കണം, അതേപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ആ ലുക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫൂട്ടേജ് അനലൈസിംഗ് ഉള്ള പരിപാടിയുണ്ട്. നമുക്കറിയാം ഫൂട്ടേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ കാണുന്ന ആസ്പെക്റ്റിലോട്ട്, അതായത് 2.35:1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി തിയേറ്റർ ഫോർമാറ്റിലോട്ടുള്ള സ്ക്രീൻ ആസ്പെക്റ്റിലോട്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫൂട്ടേജിനെ ലിനിയർ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ തന്നെ ഓൾറെഡി ഫൂട്ടേജ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്നുണ്ടാവും ഓൾറെഡി ഒരു നോഡ് ആക്റ്റീവായി നിൽപ്പുണ്ടാവും. നമുക്ക് അത് എന്ത് ചെയ്യാം, ലിനിയർ ആക്കി കൊടുക്കാം. ഞാനിത് ആക്ച്വലി ക്യാനൻ്റെ R6 Mark II എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. 85mm ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. C-Log 3 എന്ന് പറയുന്ന ഫോർമാറ്റിൽ ക്യാനൻ സിനിമ ഗാമറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കത് ലിനിയർ ആക്കി കൊടുക്കണം. സോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആ ഫൂട്ടേജിനെ പറ്റി അറിയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ കൺവേർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം എടുക്കുക, നേരെ ഇന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഇതിപ്പോൾ ആക്ച്വലി റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. നമുക്കിതല്ല വേണ്ടത്, നമുക്കിതൊരു ഡെലിവറബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലോട്ട് മാറ്റണം. സോ നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് കളർ സ്പേസ് ഏതാണ്, ഞാൻ ക്യാനൻ സിനിമ ഗാമറ്റിൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യാനൻ സിനിമ ഗാമറ്റ് ഉണ്ട്, കണ്ടില്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ ഗാമറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ Log 3 ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ C-Log തന്നെ Log 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ചെറുതായിട്ട് കൺവേർട്ട് ആവുന്നുണ്ടോ, അത് പ്രോസസ്സ് ചെയ്യുകയാണ്. ഏത് കളർ സ്പേസിലോട്ടാണ് ഔട്ട് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ റെക്കാണ് ബാക്ക് ലിറ്റ് മോണിറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, റെക്ക് സെലക്ട് ചെയ്തിട്ട് ഗാമ എന്നുള്ളത് 2.4 ആക്കി കൊടുക്കുക. അതാണ് എൻ്റെ ഗാമട്ട്. നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ലുക്ക് മാറും. നിങ്ങൾ കണ്ടോ, അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ വീഡിയോ കാണുന്ന പോലെ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കൺവേർഷൻ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്നാണ് ആ ഒരു ഗ്രേഡിലോട്ട്, അതായത് ലാലേട്ടൻ്റെ കണ്ട ഫ്രെയിമിലോട്ട് നമുക്കിത് മാറ്റണം. സോ ഞാൻ ഇത് FX ഓഫ് ആക്കിയിട്ട് ഞാൻ ഈ നോഡായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സീരിയൽ നോഡ് ആഡ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ നോഡോടെ കിടക്കട്ടെ, ODT ആയിട്ടോടെ കിടക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രെയിം ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ലാലേട്ടൻ്റെ ഫ്രെയിം ഗ്രാബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഗാലറി ക്ലിക്ക് ചെയ്യുക, ഗ്രാബ് സെലക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഗാലറി ഓഫ് ആക്കിയിട്ട് വൈപ്പ് ഓൺ ആയി കൊടുക്കുക. വൈപ്പ് ഓൺ ആയി കൊടുത്തതിനാൽ നിങ്ങൾ നോക്കി കണ്ടോ, നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് കാണാം. ഇത് ആക്ച്വലി നല്ല ഡിഫറൻസ് ഉണ്ട്, ലൈറ്റിംഗ് പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം പിടിക്കാൻ പറ്റുള്ളൂ, കാരണം ഇത് നല്ലൊരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് പ്രോപ്പറായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കിട്ടിയിട്ടുള്ള സോഴ്സ് വെച്ചിട്ടാണ് നമ്മളത് പിടിക്കാൻ ശ്രമിച്ചേക്കുന്നത്. നമുക്ക് മാക്സിമം നോക്കാം, നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാമല്ലോ. ഓക്കെ, നമുക്കിപ്പോൾ ഫ്രെയിമിൻ്റെ ഏകദേശം ധാരണ കിട്ടി, അതായത് നല്ല പണിയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വൈപ്പിൽ മനസ്സിലായി, ഇത്രത്തോളം പ്രോബ്ലംസ് ഉണ്ട് അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഫ്രെയിം ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ലാലേട്ടൻ്റെ ഫ്രെയിം ഒന്ന് നോക്കാം. നിങ്ങൾ നോക്കി, ആക്ച്വലി ഒരു ടീൽ, റെഡ്, ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇല്ലേ, ഒരു ഓറഞ്ച് സ്കിന്ന്, ടീൽ ഡ്രസ്സ്, പിന്നെ ഒരു കണ്ടില്ലേ ഒരു വാം ടീൽ, കണ്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ആ ഒരു ടോണിലോട്ടാണ് ഇത് വരണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് വൈപ്പ് നമുക്ക് ജസ്റ്റ് ഓഫ് ആക്കാം. നമുക്ക് എന്നിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. ഇത്ര എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ എക്സ്പോഷറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒന്ന് എക്സ്പോസ് ചെയ്ത് നോക്കാം. നമ്മൾ ആ നോഡിലോട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പോഷറിനെ കയറ്റി. ഓക്കെ, ഷെയ്ഡ് അധികം പുള്ളയാതെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് വെച്ചു. അപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ ആക്ച്വലി ഒരു ടീൽ കളർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ബട്ട് ആ കളർ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എന്ത് ചെയ്യാം, സിമിലർ ടു ഇത് ഇതാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു നോഡ് എടുക്കണം. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ ക്രോമ വാർപ്പിൽ പോയിട്ട് ഞാൻ വേണ്ട സാധനം പിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എനിക്കിത് എന്ത് ചെയ്യണം, ഈ ഗ്രാബിൽ കാണുന്ന പോലെ ആക്കണം. ഓക്കെ, ഞങ്ങൾക്ക് അപ്പോൾ ഗ്രാബ് ഓൺ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ബ്ലൂവിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു സിമിലർ ആവുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, ഓക്കെ, ഏകദേശം നമ്മളുടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്രോമയുടെ റേഞ്ച് ഒന്ന് കൂട്ടി ഒന്ന് ബാലൻസ് ആക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം
ബ്ലൂയുടെ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. ആ ഗ്രീനിൽ നിന്ന് മാറി ആ ഒരു കണ്ടില്ലേ ടീൽ ഗ്രീനിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബ്ലൂയിഷ് ആ ഒരു ടീലിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം അത് ബാലൻസ് ആയി. ബട്ട് അപ്പോഴും പ്രോബ്ലംസ് തീരുന്നില്ല. നിങ്ങൾ നോക്കി ലാലിൻ്റെ സ്കിന്നിരിക്കുന്ന സ്ഥലം ഒക്കെ ഡിഫറൻ്റ് ആയി. ഒരു ആക്ച്വലി ഒരു ഗ്രീൻ ടിൻ്റാണുള്ളത്, ഒരു ഗ്രീൻ വാം ടിൻ്റുള്ളത്. ലാലിനോട് ഒരു കുറച്ചുകൂടി റെഡിഷ് മജന്ത ആ ഒരു സംഭവം ഫീലുള്ള. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് സ്കിന്നിൻ്റെ ഭാഗം ഒന്ന് ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ പുതിയ നോഡ് ഉണ്ടാക്കണം. ഓക്കെ, ഒരു പുതിയ സീരിയൽ നോഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പതുക്കെ നമ്മുടെ ഗാമ അതായത് പ്രൈമറി വീൽസിലെ ഗാമ ഒന്ന് പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം സിമിലർ ആക്കാൻ നോക്കുകയാണ്. ഒരു റെഡിലോട്ടൊക്കെ കൊണ്ടുപോയി നോക്കാം നമുക്ക്. ഓക്കെ രണ്ടുപേരുടെയും സ്കിൻ ടോൺ ചെറിയ വ്യത്യാസം ഉണ്ട്, അറിയാലോ. ഒരാൾ ഫെയർ ആണ്, ഒരാൾ നല്ല വെളുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ടോണൽ ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് നമുക്ക് മാക്സിമം സിമിലർ ആക്കാൻ നോക്കാം. ഓക്കെ, നമ്മളിവിടെ കൊണ്ടുവച്ചു, നമുക്കത് ബാലൻസ് ആയി. ഓക്കെ, നമ്മളത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കി ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ടോൺസിൽ കാര്യങ്ങൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് സിമിലർ കളേഴ്സിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആക്ച്വലി പതിയെ ആവുള്ളൂ. നമ്മുടെ ഗ്രേഡ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫൈൻ ട്യൂൺ ആവും. നമ്മളത് ബാലൻസ് ചെയ്ത് വെച്ചു. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ ഗ്രാബ് ഓഫ് ചെയ്യണം. ഇനി നിങ്ങൾ നോക്കി ലാലേൻ്റെ ഈ കൈ ഈ സംഭവങ്ങളൊക്കെ കുറച്ച് ഓവർ സാറ്റുറേറ്റഡ് ആണ്, ശരിയല്ലേ? പിന്നെ ടോണും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചും കൂടി ഒന്ന് ഏകദേശം ഈ ഒരു ടോണിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വീണ്ടും ഒരു നോഡ് ഉണ്ടാക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒരു വിൻഡോ ഇട്ടിട്ട് കൈയിൻ്റെ ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഡീസാറ്റുറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു ഞാൻ അടുത്ത നോഡും കൂടി ഇട്ടിട്ട് സെയിം ഇവിടെയും ആ പ്രോബ്ലം ഉണ്ട്. ഞാൻ അതും കൂടി ഒന്ന് കുറച്ച് സ്ലൈറ്റായിട്ട് മതി, കാരണം ഇമേജിൽ അത്രേ ഉള്ളൂ. നമുക്ക് താഴെയും കാണാം ഓവറായിട്ടുള്ളൊരു പുഷ് കാണാം. ബട്ട് ഇത് ഓക്കെയാണ്, കാരണം ലാലേട്ടൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തൊരു ക്രോം ഫിനിഷ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പോലെ നമുക്കത് മാച്ച് ചെയ്യാനായിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു. ഏകദേശം നമുക്ക് ആ ഒരു ടോണിലോട്ട് നമ്മൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു ടോണും ഈ അകത്തുള്ള ടോണും പുള്ളിയുടെ സ്കിന്നിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാച്ച് ചെയ്യണം. നമുക്ക് കാണാം ഇവിടെ ആക്ച്വലി ഒരു വാം കാസ്റ്റ് കിടക്കുന്നുണ്ട് ഫേസിൽ. നിങ്ങൾ നോക്കി നല്ലൊരു വാം ഗ്രീൻ അങ്ങനത്തെ ഒരു ടോണാണുള്ളത്. പക്ഷേ ലാലേട്ടൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു ടോണിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പുതിയൊരു നോഡ് ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളിയുടെ സ്കിന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പുള്ളിയുടെ സ്കിന്ന് സെലക്ട് ആയി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, റേഞ്ചും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് മുമ്പ് പ്രീമിയറിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു ഞാൻ ഒന്ന് ബ്ലർ ചെയ്ത് എഡ്ജൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി ഡീനോയ്സ് ഒന്ന് ചെയ്ത് ഒന്ന് പ്രോപ്പറാക്കി വെച്ചിട്ട് ഒരു വിൻഡോ ഇടാണ്. ഓക്കെ, നമുക്ക് സ്കിന്നും ഏകദേശം ആ താഴെയുള്ള പോർഷനും മാത്രം മതി, സ്പ്രെഡൊന്നും വേണ്ട. ഞാൻ ചിരിച്ച് വെച്ചിട്ട് ഈ ഡ്രസ്സിൻ്റെ ഈ പോർഷനും കൂടി ഒന്ന് ടോൺ ചെയ്യാൻ പോകണം. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഒന്ന് ബാലൻസ് കൊടുക്കുകയാണ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്. മാരകമായിട്ടുള്ള വ്യത്യാസമില്ല, എന്നാലും ഓക്കെ. ഹൈലൈറ്റ് ഓഫ് ആക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ഗ്രാബ് എടുത്ത് വെക്കാം. എന്നിട്ട് നോക്കി കണ്ടില്ലേ ഇത് ഭയങ്കര കോൺട്രസ്റ്റ് ചെയ്യണം, ഭയങ്കര റെഡിഷ് വാം അങ്ങനെ കയറിപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം കുറച്ചൊന്ന് ബ്രൈറ്റൻ ആക്കാം. ചെറുതായിട്ടൊന്ന് ഗാമ പുള്ള് ചെയ്യണം. ഓക്കെ, സ്ലൈറ്റായിട്ടൊന്ന് സാറ്റുറേഷൻ കുറക്കുകയാണ്. എന്നിട്ട് സ്ലൈറ്റായിട്ടൊന്ന് ഹ്യൂ ഒന്ന് ഒരു ചെറിയൊരു റെഡിഷിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ സ്ലൈറ്റായിട്ടൊന്ന് ഹൈലൈറ്റും കൂട്ടുന്നുണ്ട്. ഓക്കെ, വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. അക്യുറേറ്റ് അല്ല, എന്നിരുന്നാലും നമുക്കറിയാലോ ഓരോ സ്കിൻ ടോണിൻ്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ലൈറ്റിങ്ങിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ബട്ട് നമുക്ക് സിമിലർ ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ബ്ലാക്സ് നോക്കിയാൽ ബ്ലാക്സ് ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് നോഡിലോട്ട് വന്നിട്ട് നമുക്ക് ബ്ലാക്സിലൊന്ന് പ്രോപ്പറായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഞാൻ ലോഗ് വീലോട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്സ് ഒന്ന് പ്രോപ്പറായിട്ട് ഒന്ന് ബാലൻസ് കൊടുക്കാൻ പോകണം. ഓക്കെ, ഭയങ്കരമായിട്ട് ഇത് പുഷ് ചെയ്യുന്നില്ല, കാരണം അത് ടോൺ മാറിപ്പോവും. സ്ലൈറ്റായിട്ടൊന്ന് പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ ഒരു സ്കിന്നിലെ കാര്യം ഒന്ന് ബാലൻസ് ആവാത്തതുണ്ടെന്നാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വീണ്ടും വന്നിട്ടൊന്ന് നമ്മളെ കയ്യിൽ വെച്ചിട്ടുള്ള വിൻഡോ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യാം ഡീസാറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മച്ച് മോർ ഫെമിലിയർ. ഈ സ്ലൈറ്റായിട്ടൊന്ന് ഞാൻ ടോണൊന്ന് റെഡിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഹ്യൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പുള്ളിയുടെ ഡ്രസ്സ് കണ്ടില്ലേ കുറച്ചും കൂടി എന്താ പറയുക ഒരു ബ്രൗണിഷ് സാധനമാണ്. ഇതിൽ കുറച്ച് റെഡിഷ് ഡ്രസ്സാണ്. നമുക്ക് അതും ഒന്ന് ബാലൻസ് ചെയ്യാനുണ്ട്. എന്നാൽ പുതിയൊരു നോഡ് ഉണ്ടാക്കി ആ റെഡ് ഡ്രസ്സിൻ്റെ പോർഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈലൈറ്റ് ഓൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് വേണ്ട സംഭവം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ചുരുക്കുക. ഓക്കെ, സ്റ്റിൽ നമുക്കതിൻ്റെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഒന്ന് സ്പ്രെഡ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡീനോയ്സ് ചെയ്യുക, ബ്ലർ എടുക്കുക, ബ്ലർ ഒന്ന് ചെയ്യുക, നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് സോഫ്റ്റ് ആക്കുക. ഓക്കെ, വീണ്ടും ഇതിലൊരു വിൻഡോ ഇടാം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ സ്പ്രെഡ് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഹൈലൈറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് സാറ്റുറേഷൻ അങ്ങോട്ട് കുറക്കുവാണ്. ഓക്കെ, ഒരു ബ്രൗണിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡ്രസ്സും ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിനകത്തൊരു വാം കാസ്റ്റ് ഉണ്ട്, നമുക്കതൊന്ന് കുറക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഫേസും കാര്യങ്ങളും ഡ്രസ്സൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറച്ച് കളർ പ്രോബ്ലം ഉണ്ട്, നമുക്കതൊന്ന് സെറ്റാക്കാം. ഞാനൊരു പുതിയ നോഡ് ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഞാനൊരു വിൻഡോ ഇടാണ് വീണ്ടും. ഓക്കെ, ഞാനൊരു വിൻഡോ ഇട്ടു, പുറത്തുനിന്ന് ഇട്ടു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, സ്റ്റിയറിങ്ങിനോട് ക്ലിക്ക് ചെയ്തു.
ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫെദർ ചെയ്യുക, ഇൻസൈഡ് ഔട്ട് സൈഡ് ഒന്ന് ഫെദർ ചെയ്യുക, ഇഷ്ടം സ്ലൈറ്റായിട്ടൊന്ന് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, നമുക്കൊന്ന് ഗ്രാബ് ഒന്ന് ചെക്ക് ചെയ്യുക എന്താ പ്രോബ്ലം എന്നുള്ളത്. കണ്ടില്ല, ഒരു ഗ്രീനിഷ് ടിൻ്റ് ഉണ്ട് സ്റ്റിൽ. നമുക്കതൊന്ന് മാറ്റണം. നമ്മൾ പ്രൈമറിയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മിഡിൽ നിന്നൊരു കണ്ടില്ലേ, ഓക്കെ, ഗ്രീൻ ഒന്ന് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പതുക്കെ ഒന്ന് ഗ്രീൻ ഒന്ന് ഓഫായി കൊടുത്താൽ ഓക്കെ. വലിയ വ്യത്യാസമില്ല. ഈ വൈറ്റ്സ് ഏരിയയിലൊക്കെ വലിയ വ്യത്യാസം തോന്നണില്ല. ബട്ട് ഷാഡോസിൽ പ്രോബ്ലംസ് ഉണ്ട്. ഷാഡോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ബ്ലൂ കട്ട് ചെയ്യുന്നു, മജൻ്റ കട്ട് ചെയ്തിട്ട് സ്ലൈറ്റായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, എക്സ്പോഷർ വ്യത്യാസമുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം അങ്ങനെ തന്നെ നിൽക്കും. ബട്ട് നമുക്ക് നോക്കി സിമിലറായി, വലിയ വ്യത്യാസമില്ല. കുറച്ച് എക്സ്പോഷർ കൂടുന്നുണ്ടെന്നുള്ളൂ, നമുക്ക് കുറച്ചുകൂടി കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏകദേശം ടോണിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളത് നിങ്ങൾ നോക്കി ഏകദേശം ഈ ഒരു ഹൈലൈറ്റ് ആണ്. കണ്ടില്ലേ, ഹൈലൈറ്റ് കുറച്ച് ടീൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാബ് ഓഫ് ചെയ്തിട്ട് വീണ്ടും പുതിയൊരു നോഡ് ഉണ്ടാക്കും. അതിലൊരു വിൻഡോ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ വിൻഡോ ഹൈലൈറ്റഡ് ഏരിയ ആയിട്ടുള്ള ഏരിയയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ സ്പ്രെഡ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കയറ്റി വെക്കാം. ഇവിടെ ഫേസിൽ കയറാതെ നോക്കുക. നമ്മൾ ഗ്രാബ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഓൾറെഡി ഒരു ചെറിയൊരു റെഡിഷ് കണ്ടില്ലേ, ഒരു ടീൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉള്ളത്, ഒരു വൈറ്റ് ഗ്രീൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഏകദേശം ഇത് സിമിലർ ആക്കി മാറ്റിയാലാണ് ഇതിന് ഏകദേശം ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ കർവിൽ ചെല്ലാം. കർവ് ചെയ്യുന്ന നമ്മുടെ ടോണൊന്ന് മാറ്റുന്ന നമ്മുടെ ഹ്യൂ കൊടുക്കുക. ജസ്റ്റ് ഗ്രീനിൽ ക്ലിക്ക് ചെയ്താൽ കാണിക്കും. കണ്ടില്ലേ, ഇതാണ് സംഭവം എന്ന് കാണിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ടോണൊന്ന് മാറ്റി കൊടുക്കുക. ഒരു റെഡിഷിലോട്ട് മാറ്റുക, ഒരു റെഡിഷ് ഫീൽ ചെയ്യുന്ന ഒരു സാധനത്തിലോട്ട് മാറ്റുക. ബട്ട് അപ്പോഴും ഗ്രീൻ അവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി സ്പ്രെഡ് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അതെല്ലാം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സാറ്റുറേഷനിലേക്ക് വരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതും എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്ത് വെക്കുക. അത് പതുക്കെ ഒന്നിനെ കുറക്കുക. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ടോൺ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ സ്റ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ കൊടുത്ത റൗണ്ടിനകത്തോട്ട് നമ്മൾ നേരെ HDR പാനലിലോട്ട് പോകുന്നു. ഓക്കെ, നമുക്ക് ഗ്രാബ് ഒന്ന് എടുത്ത് വെക്കാം ബാലൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ ഒരു ടീൽ, ഇവിടെ ഒരു വാമാണ്. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അതിലോട്ട് പുഷ് ചെയ്യാനാണ് ശ്രമിക്കാൻ പോകണേ. അപ്പോൾ നമുക്ക് ഈ ഹൈലൈറ്റ് എന്നുള്ളതിനടുത്ത് എടുത്തിട്ട് ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈറ്റായിട്ട് ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് സിമിലർ ആയിട്ടുണ്ട്. എക്സാക്റ്റ് അല്ല, എന്നിരുന്നാൽ സിമിലർ ആയിട്ടുണ്ട്. അത് ആഡ് ചെയ്തപ്പോൾ ഗ്രീൻസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രാബ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കരമായ ഇല്ലെങ്കിലും ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് നമുക്ക് ആ ഗ്രീൻ ഇനിയും പുഷ് ചെയ്ത് കളയാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രീൻ വീണ്ടും സെലക്ട് ചെയ്തിട്ട് കർവിൽ പോവുക. സെലക്ട് ചെയ്യുക, കുറച്ചുകൂടെ കുറക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഗ്രീൻ കുറച്ചും കൂടി ഒന്ന് ട്വീക്ക് ചെയ്യാനുള്ളൊരു പരിപാടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഗ്രീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി ഡീസാറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ 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 ഏകദേശം നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ എക്സ്പോഷർ വാല്യൂ വ്യത്യാസങ്ങളുണ്ട്, നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബ്ലൂ ടിൻ്റ് ഉണ്ട് പ്രോപ്പറായിട്ട്. ബട്ട് ഇതിനകത്ത് അത്ര വിസിബിൾ അല്ല, കാരണം നമ്മുടെ ലൈറ്റിംഗ് പരിമിതികൾ കാരണം കുറച്ച് സംഭവങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കവിടെ ചെറിയൊരു ഡീറ്റെയിൽ ഉണ്ട്, നമുക്കതിലോട്ടൊന്ന് പുഷ് ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഗ്രാബ് ഇപ്പുറത്തേക്ക് കൊണ്ട് നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു നോഡ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഈ ഗ്രാബ് ഒന്ന് കുറച്ച് നീക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ വിൻഡോയിൽ വന്നിട്ട് പെൻ ടൂൾ എടുക്കുക, സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ സെലക്ട് ചെയ്ത് വിടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്കിനെ ഇറക്കി വെക്കാം. ഡീറ്റെയിൽ മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, വലിയ വ്യത്യാസമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് വിൻഡോ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു സോഫ്റ്റ് ഒന്ന് പയ്യെ പമ്പ് ചെയ്തിട്ട് ഇൻസൈഡും ഒന്ന് പമ്പ് ചെയ്യാം, ഔട്ട് സൈഡും ഒന്ന് സ്ലൈറ്റായിട്ട് ഒന്ന് പമ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്പ്രെഡ് ഇങ്ങനെ കിടന്നോളും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഈ ടോണിലോട്ട്, അതായത് നമ്മുടെ ഈ ഗ്രാബ് കിടക്കുന്ന ടോണിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓൾറെഡി വിൻഡോയുടെ അടുത്ത് ഈ ടോൺ ഉണ്ട്, ബട്ട് പുറത്തപ്പം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കെ പ്രൈമറീസിലേക്ക് വരികയാണ്. ജസ്റ്റ് മിഡിലൊന്ന് പുൾ ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഒരു ബ്ലൂസിലോട്ട് എത്തി. ഓക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എക്സ്പോഷർ ഡിഫറൻസ് ആണ് ഭയങ്കരമായിട്ട് കാണുന്നത്, ബട്ട് ടോണൊക്കെ ഏകദേശം സിമിലറാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ സ്റ്റിൽ അതൊരു എന്താ പറയുക, ഒരു ബ്ലൂയിഷ് ഫീലോട്ട് വന്നിട്ടില്ല. നമുക്കൊരു ബ്ലൂയിഷ് ഫീലോട്ട് കൊടുക്കാം. ഓക്കെ, ബ്ലൂയിഷ് ആയിട്ടുണ്ട്, ഒരു ബ്ലൂയിഷ് ടീൽ ആ ഒരു ഫീലോട്ട് വന്നിട്ടുണ്ട്. ഫൈൻ. ഈ വണ്ടിയിലുള്ള എക്സ്പോഷറൊക്കെ ഡിഫറൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ എക്സ്പോഷർ ഇല്ല. നമ്മുടെ ബ്ലാക്സും കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സ്പോഷർ പരിപാടികളൊന്ന് കൺട്രോൾസിലേക്ക് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. ജസ്റ്റ് ഞാൻ പുതിയൊരു നോഡ് ആഡ് ചെയ്യണം. ജസ്റ്റ് പെൻ ടൂൾ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സ്മൂത്തൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ആഡ് ചെയ്യാം, സ്ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിത് പതുക്കെ ഒന്ന് എക്സ്പോഷർ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ്. ഓക്കെ, നമുക്ക് ഇനി സ്പ്രെഡ് ഒന്ന് പതുക്കെ കൂട്ടി കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവേണ്ടതായിരിക്കണം.
ഓക്കെ, കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റ് കൺട്രോൾഡ് വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വലി ഈ ഒരു ഫ്രെയിമിനകത്ത് നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഓറഞ്ച് കാണാം. ഓക്കെ, ഞാനതിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ഗ്ലെയർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു നോഡും കൂടി ആഡ് ചെയ്തിട്ട് വിൻഡോ ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് അതിലോട്ട് നേരെ കൊണ്ട് നോക്കുക. ഓക്കെ, ഞാൻ അത് ഓഫ് ചെയ്തിട്ട് നേരെ ഹ്യൂ ഒന്ന് പതുക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, എൻ്റെ ഗ്രാബിന് ഇത് പ്രോപ്പർ ആവുമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഓക്കെ, അതും നമ്മൾ ഏകദേശം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കി കണ്ടില്ലേ, ഫൈൻ. ഓക്കെ, ബട്ട് ഒരു കാര്യം കൂടി നമുക്കിതിൽ ക്ലിയർ ചെയ്യാനുണ്ട്. ആക്ച്വലി നിങ്ങൾ നോക്കി ഈ റെഡ് സീറ്റ് കണ്ടില്ലേ, അതൊരു ടോൺ ഇതിനകത്ത് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മുടെ ഫ്രെയിമിൽ റെഡ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവുള്ളൂ. ബട്ട് നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഇവിടെയാണ് ആകെ റെഡ് ഉള്ളത്. നമുക്ക് ഏകദേശം സിമിലർ ഇതിലോട്ടൊന്ന് ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതും ഒന്ന് കോമ്പൻസേറ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ. വീണ്ടും ഒരു നോഡ് ആഡ് ചെയ്യുക, വിൻഡോ കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പിലോട്ട്, അതായത് ആ റെഡിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ചെറുതാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ റെഡ്സ് ഏകദേശം ഇത്രയുണ്ട്. ഓക്കെ, നമ്മൾ നേരെ കർവിലോട്ട് വരാം. എന്ത് ചെയ്യുക, കളറൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് കളറൊന്ന്. ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തു. നമ്മൾ നിന്നപ്പോൾ അതൊക്കെ അത് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു മെറൂൺ കളറിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെറൂൺ കളറിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സാറ്റുറേഷൻ ഒന്ന് കുറക്കാം. സെയിം നോഡിൽ തന്നെ സാറ്റുറേഷൻ കർവ് എടുത്തിട്ട് പതുക്കും സാറ്റുറേഷൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കി ഏകദേശം സിമിലർ ഫ്രെയിം ആയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ബ്ലൂസിൽ മാത്രമാണ് ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുള്ളൂ. നമുക്ക് ബ്ലൂസ് ഒന്ന് അവസാനം കൺട്രോൾ ചെയ്യാം, ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ ചെയ്യാം. ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ഫ്രെയിമിങ്ങിൽ ലൈറ്റിങ്ങിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെന്തായാലും അടിക്കും, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏകദേശം നമുക്ക് ഗ്രാബ് മാറ്റും പറയാം, ഏകദേശം രൂപം വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും സ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ട് എനിക്കറിയാം. ബട്ട് നമുക്ക് പിടിക്കാൻ ശ്രമിക്കാം, മാക്സിമം നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഹൈലൈറ്റിൻ്റെ ഇവിടെ ഇത്രയും ഭാഗം സ്പ്രെഡ്, അത് വലിയൊരു ലൈറ്റ് സോഴ്സ് അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മരവും പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് പുഷ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് ബ്ലൂവിലാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. സിമിലർ ആയിരിക്കാം, ബട്ട് എനിക്കെന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉള്ള പോലെ തോന്നുന്നു. ഞാനതൊന്ന് ട്വീക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കട്ടെ. ഓക്കെ, ബ്ലൂ സ്റ്റിൽ ഇപ്പോഴൊരു സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ഗ്രാബ് ഒന്ന് അടിച്ചു നോക്കട്ടെ. ഫൈൻ. ഓക്കെ, ഞാൻ സ്ലൈറ്റായിട്ടൊന്ന് എക്സ്പോഷർ ഒന്ന് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് സിമിലർ ആവും. ഓക്കെ, ഞാൻ ഒന്ന് എക്സ്പോഷർ ഒന്ന് പമ്പ് ചെയ്യാണ്. ഓക്കെ, ഷാഡോ ഒന്ന് പഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നൈറ്റ് ഷൂട്ട് ചെയ്തായതുകൊണ്ടും നമ്മൾ ചെറിയൊരു മിറർലെസ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലം അതിനകത്തുണ്ട്. കാരണം അത് ലോഗിൽ നന്നായിട്ട് നോയ്സ് അടിക്കുന്നുണ്ട്. നമുക്കത് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് സ്റ്റേജിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ വിൻഡോ എടുത്തിട്ട് വിൻഡോയിലൊന്ന് കുറച്ച് എക്സ്പോഷർ കയറ്റി കൊടുക്കാം. ഓക്കെ, കുറച്ച് സ്ലൈറ്റായിട്ടൊന്നൊരു ബ്ലൂവിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ബാക്കിൽ ഹൈലൈറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഷാഡോസിൻ്റെ ഒരു ഗ്രേ ഒന്ന് നമ്മൾ ഈ ഗ്രാബ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഷാഡോസ് ചെറുതായിട്ട് ബ്ലൂവിലാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ ഷാഡോസ് ഒന്ന് ബ്ലൂവിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം സിമിലർ ആയിട്ടുണ്ട്. ബട്ട് എനിക്കിപ്പോഴും സ്കിന്നിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ക്ലാരിഫൈ ആവാനുണ്ട്. കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഞാൻ സാറ്റുറേഷൻ ഒന്ന് കൂടി കുറക്കുവാണ്. ഓക്കെ, സ്ലൈറ്റായിട്ടൊന്ന് എക്സ്പോഷർ കയറ്റുവാണ്. ഓക്കെ, സ്ലൈറ്റായിട്ടൊന്ന് കോൺട്രാസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഫൈൻ, അത്രയ്ക്ക് പുഷ് ചെയ്യുന്നില്ല, സ്ലൈറ്റിൽ ആവാൻ കിടക്കണം. ഓക്കെ, ഫൈൻ. നമ്മുടെ ഡ്രസ്സ് ഏകദേശം സിമിലറായി, സ്കിൻ ഏകദേശം സിമിലറായി, ബാക്ക്ഗ്രൗണ്ട് മാച്ച് ആയിട്ടുണ്ട്, നമ്മുടെ സൈഡ് വിൻഡോ മാച്ച് ആയിട്ടുണ്ട്. ആലക്കോടായിട്ട് നടന്നു പോകുന്ന പോലെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്രെയിമിൽ അത് ഉള്ളതുകൊണ്ട് നമ്മൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റി പോലെ. ബ്ലാക്സിൻ്റെ ഇഷ്യൂസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്, അതല്ലെങ്കിൽ അതൊരു സുഖമാവില്ല. ഞാൻ നോഡ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ബ്ലാക്സിലോട്ടൊരു പഞ്ച് കൊടുക്കാൻ പോകണം, ചെറിയൊരു റെഡിഷ് ലുക്ക് കൊടുക്കാൻ പോകണം. ഓക്കെ, ഞാൻ പ്രൈമറി വ്യൂ എടുത്തിട്ടുണ്ട്. സ്ലൈറ്റായിട്ടൊന്ന് റെഡിലോട്ടൊന്ന് പതുക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഗ്രാബ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, കുറച്ച് കൂടുതലാണ്, കുറച്ചൊന്ന് കുറക്കാം. ഓക്കെ, പുള്ളിയുടെ ചെറുതായിട്ട് ടീയിൽ ഫേസിൽ കയറിയിട്ടുണ്ട്. ലാരേറ്റിൻ്റെ അത് കയറിയിട്ടില്ല, പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇവിടെ കാണാനുണ്ട്. ഓക്കെ, ബ്ലാക്സ് കുറച്ച് ഓഫാണ്, നമുക്ക് ലാസ്റ്റ് ചെയ്യാം, ഫൈൻ ട്യൂണിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലൈറ്റ് കുറച്ച് കൂടുതലാണ്, നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു നോഡ് ആഡ് ചെയ്യണം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഗ്രേഡിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, കാരണം ഈ ഒരു സെറ്റിങ്ങിൽ തന്നെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഡാമേജ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ നോഡ് ആഡ് ചെയ്യുന്നു, ഞാൻ വിൻഡോ ആഡ് ചെയ്യുന്നു, ലൈറ്റായിട്ടൊന്ന് ചിരിച്ച് വെച്ചിട്ട്. ഓക്കെ, ഇതിൻ്റെ ഏകദേശം അടുത്തുകൊണ്ട് വെച്ചിട്ട് ഫൈൻ. ഞാൻ സ്പ്രെഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പതുക്കെ മിഡ് ഒന്ന് കട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ അടുത്തൊരു വിൻഡോ കൂടി ആഡ് ചെയ്യണം, സെയിം നോഡിൽ തന്നെ, പോസ്റ്റർ ഡിഫറൻസ് വരില്ലല്ലോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. നിങ്ങൾക്കത് കാണിച്ചു തരാം. കണ്ടില്ലേ,
ഓക്കെ, അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട്. പ്രോപ്പറായിട്ടൊന്ന് കൊണ്ടുപോയി വെച്ചിട്ട് ഓക്കെ നമ്മളത് എക്സ്പോഷറിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഫൈനലൈസിങ് പരിപാടികളിലേക്ക് പോവാം. നമുക്കിനി ഇതൊരു ഓഫ് ബ്ലാക്കിലോട്ട് കൊണ്ടുവരണം, ഒരു ഫിലിമിക് ലുക്കിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാവിഞ്ചിയുടെ ഫിലിം ലുക്ക് ക്രിയേറ്റർ ഉണ്ട്, നമുക്ക് ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ലുക്ക് തരും, മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലീൻ സ്ലൈറ്റ് അടിക്കുക. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫെയ്ഡ് കാണാം, കണ്ടില്ലേ? ഫെയ്ഡ് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യുക, കണ്ടില്ലേ? ബ്ലാക്സ് ഒന്ന് ഓഫ് ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ആ ലുക്കും കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ പരിപാടിയായിട്ടുള്ള നോയ്സ് റിഡക്ഷൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ കാണിച്ചു തരാം, കണ്ടില്ലേ? ഭയങ്കര ഗ്രെയിൻ ഉണ്ട്, ഫേസിലൊക്കെ ഭയങ്കര ഗ്രെയിൻ ഉണ്ട്. നമ്മളത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നേരെ സ്പേഷ്യൽ എൻആർ വന്നിട്ട് അൾട്രാ എൻആർ അടിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അനലൈസ് കൊടുക്കുക. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ഒന്ന് ഫിറ്റാക്കി വെക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, അനലൈസ് കൊടുക്കുക. ഓക്കെ, ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോയ്സ് പോയി, ആക്ച്വലി നോയ്സ് പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയോ, കണ്ടോ? ഇത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഡാറ്റാസ് ഒന്നും ലോസ് ആയില്ല. നോക്കി, ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? ഒരു മാന്യമായ നീറ്റായിട്ടുള്ള ഒരു നോയ്സ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇതൊന്നും അത്ര ആക്യുറേറ്റ് ആയിട്ടൊന്നുമില്ല ഈ നോയ്സ് റിഡക്ഷൻ, ബട്ട് കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ എക്സ്പോഷർ വാല്യൂ കൂടെ ഒന്ന് ടോട്ടൽ ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ ഏകദേശം സിമിലർ എക്സ്പോഷർ ആവും. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഗ്രാബ് ഒന്ന് ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നു, സ്ലൈറ്റായിട്ട് വന്ന് കുറച്ച് നോട് മുന്നേ ഒരു നോട് ആഡ് ചെയ്തിട്ട് ഫോട്ടിൽ ഒന്ന് പുഷ് ചെയ്തിട്ട് സ്ലൈറ്റായിട്ടൊന്ന് പഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് ഓഫ് ചെയ്തോണേ കാണിച്ചു തരാം, കണ്ടോ? ഒരു പഞ്ച് വന്നു. സോ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ.